തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. റോഡ് വികസനത്തിനായി സ്ഥലം വിട്ടു നൽകുന്ന ജനങ്ങൾക്ക് മികച്ച സാമ്പത്തിക സഹായം സർക്കാർ നൽകുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. തീരദേശപാത വികസനത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മാണം പൂർത്തീകരിച്ച താനൂർ നിയോജക മണ്ഡലത്തിലെ തീരദേശപാത 3ാം ഘട്ടം താനൂർ മുഹിയുദ്ദീൻ പള്ളി മുതൽ കെട്ടുങ്ങൽ പാലം വരെയുള്ള 3.85 കിലോമീറ്റർ റോഡിന്റെയും താനൂർ പൂരപ്പുഴ ടിപ്പു സുൽത്താൻ റോഡിന്റെയും ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രേഖയില്ലാതെ വർഷങ്ങളായി കൈവശം വയ്ക്കുന്ന ഭൂമിയാണെങ്കിലും പൊതു ആവശ്യങ്ങൾക്ക് വിട്ടു നൽകുന്ന ഭൂമിക്ക് നിയമപരമായ പരിശോധന നടത്തി സാമ്പത്തിക സഹായം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. തീരദേശ ഹൈവേക്ക് സ്ഥലം നൽകിയ ലത്തീഫിന് 75 ലക്ഷം രൂപ ചടങ്ങിൽ മന്ത്രി കൈമാറി. സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് തീരദേശ ഹൈവേ. മലപ്പുറം ജില്ലയിലെ 3ാമത്തെ റീച്ചും സംസ്ഥാനത്ത് ആദ്യമായി പൂർത്തീകരിച്ച മൊയ്തീൻപള്ളി മുതൽ കെട്ടുങ്ങൽ പാലം വരെയുള്ള 3.85 കിലോമീറ്റർ ഉദ്ഘാടനമാണ് ഇവിടെ ഇപ്പോൾ നിർവഹിച്ചത്. നിരവധി തടസ്സങ്ങൾ നീക്കിയാണ് നമുക്ക് ഈ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ റോഡിന്റെ വീതി 15.1 കിലോമീറ്ററാണ്. ഇതുമായി ബന്ധപ്പെട്ട് 27 കോടി രൂപയാണ് നമ്മൾ ഈ ഒരു റീച്ചിന് മാത്രമായി ചെലവഴിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഭൂവുടമകൾ കൃത്യമായി തന്നെ അതിൻ്റെ നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. എനിക്ക് ബഹുമാനപ്പെട്ട താനൂരിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ ഹൈവേ എന്നുള്ളത് 766 വലിയ ടോൾ റോഡാണ് വരാൻ പോകുന്നത്. ടോൾ നൽകി യാത്ര ചെയ്യേണ്ട റോഡാണ്. നമുക്ക് ഈ റോഡ് യാഥാർത്ഥ്യമാക്കിയാൽ സാധാരണക്കാരായ ആളുകൾക്ക് പോകാൻ ടോൾ നൽകാതെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്യാൻ പറ്റുന്ന റോഡായി മാറ്റാനാണ് നമ്മൾ തീരദേശ റെയിൽവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.